ലൂത്ത് നബി അലൈഹിസ്സലാം ജീവിതം, മക്ബറ, ശാരീരിക പ്രകൃതി. 1. ജീവിതചരിത്രം. ലൂത്ത് നബി ഇബ്രാഹിം നബി അയുടെ സഹോദരപുത്രനാണ്. സഹോദരൻ ഹാറാന്റെ മകൻ. ഇബ്രാഹിം നബി അയോടൊപ്പം ഇറാഖിലെ യുവർ എന്ന പ്രദേശത്തുനിന്ന് പാലസ്തീനിലേക്ക് ഹിജ്റ പോയ അദ്ദേഹം പിൽക്കാലത്ത് സദൂം, സോഡം എന്ന പ്രദേശത്തെ ആളുകളിലേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടു. സദൂം ജനതയും അവരുടെ തിന്മകളും, ലോകചരിത്രത്തിൽ അതുവരെയില്ലാത്ത സ്വവർഗരതി, വഴിയാത്രക്കാരെ കൊള്ളയടിക്കൽ, പരസ്യമായ അശ്ലീല പ്രവൃത്തികൾ എന്നിവയിലായിരുന്നു സദൂം ജനത മുഴുകിയിരുന്നത്. പ്രബോധനം. ലൂത്ത് നബി അവരോട് അല്ലാഹുവിനെ ഭയപ്പെടാനും അധർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയാനും ശക്തമായി ഉപദേശിച്ചുവെങ്കിലും അവർ അദ്ദേഹത്തെ പരിഹസിക്കുകയും നാടുകടത്താൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യ പോലും സത്യവിശ്വാസം സ്വീകരിക്കാതെ അവിശ്വാസികളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ശിക്ഷയും രക്ഷയും. മലക്കുകൾ മനുഷ്യരൂപത്തിൽ സുന്ദരന്മാരായ ചെറുപ്പക്കാരായി ലൂത്ത് നബിയുടെ വിരുന്നുകാരായി എത്തി. ഇതിനെ തുടർന്ന് ജനങ്ങൾ അക്രമത്തിനു മുതിർന്നപ്പോൾ മലക്കുകൾ തങ്ങളുടെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുകയും ലൂത്ത് നബിയോടും വിശ്വാസികളോടും രാത്രി തന്നെ ആ നാട് വിട്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പുലർച്ചെയോടെ അല്ലാഹു ആ പ്രദേശത്തെ ഒന്നാകെ മറിച്ചിടുകയും മഴപോലെ ചുട്ടുപഴുത്ത കല്ലുകൾ വർഷിച്ച് ആ ജനതയെ പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തു. ഈ പ്രദേശം ഇന്നു കാണപ്പെടുന്ന ചത്ത കടലിന് ഡെഡ് സീ സമീപമാണ്. 2. മക്ബറ. ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ലൂത്ത് നബി അയുടെ മക്ബറ ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ ഹെബ്രോൺ സമീപമുള്ള ബനീ നഈം എന്ന ഗ്രാമത്തിലെ മസ്ജിദിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിൽ ലൂത്ത് നബി മുൻപ് താമസിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. 3. ശാരീരിക പ്രകൃതി. ഇസ്ലാമിക പ്രമാണങ്ങളിലും ചരിത്രഗ്രന്ഥങ്ങളിലും ഇബ്നു കസീറിന്റെ അൽ ബിദായ വന്നിഹായ പോലുള്ളവ പ്രവാചകന്മാരുടെ ശാരീരിക രൂപത്തെക്കുറിച്ച് ചുരുക്കം വിവരങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ലൂത്ത് നബി നല്ല ഉയരവും ദൃഢഗാത്രനായ ശരീരപ്രകൃതിയുമുള്ള വ്യക്തിയായിരുന്നുവെന്ന് പണ്ഡിതന്മാർ പരാമർശിക്കുന്നു. സൗമ്യമായ മുഖഭാവവും കട്ടികൂടിയ താടിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്വന്തം ജനതയുടെ കഠിനമായ ഉപദ്രവങ്ങളും മാനസിക വിഷമങ്ങളും സഹിച്ചപ്പോഴും അത്യധികം ക്ഷമയും സഹിഷ്ണുതയും കാണിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ.